വെള്ളം വെള്ളമില്ല. അവൾക്ക് ഭയങ്കര ക്ഷീണം പോലെ അല്ലേ? ചേന പിടിച്ചിട്ടാണോന്നറിയില്ല. ചോറില്ല വെള്ളത്തിലേക്ക് ഇടരുത് കേട്ടോ. നീക്കിയിടും. ഇട്ടത് ഞങ്ങൾക്ക് വേസ്റ്റ് ആക്കി കളഞ്ഞു. വെള്ളത്തിനാണല്ലോ കിടക്കണം. കുട്ടി ഇതടി ചോറില്ല നീ. നീങ്ങി വെക്കിച്ചില്ലേ? നീങ്ങി വെക്കിച്ചു. ഇത് അങ്ങോട്ട് നീങ്ങി വെക്ക്. ആ മതി. വെള്ളം വേണടി? വെള്ളം കുടിക്കാൻ നിനക്ക് വെള്ളം വേണോ? ക്ഷീണമാണ്. പാലും കുറഞ്ഞു. മൂന്ന് മാസമായിട്ട് നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അതിനുമ്പോൾ നോക്കണ്ടെന്ന് പറയും. 3 മാസത്തിന് മുമ്പ് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഭ്രൂണാവസ്ഥയിലാകുമ്പോഴേ ഭ്രൂണമൊക്കെ പോയി ചിലപ്പോൾ ഇവർ ഇങ്ങനെ പോയ അബോർഷനായെന്ന് നമ്മൾ അറിയില്ല. അപ്പം അത് കാരണം ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും അറിയാൻ പറ്റും, അവർ പരിശോധിച്ചാലും അറിയാൻ പറ്റും. പക്ഷേ ഭ്രൂണാവസ്ഥയിൽ ഇത് ഇവാശം നമ്മൾ ഏതെങ്കിലും കാരണവശാലും അത് പോയാൽ നമ്മൾ അറിയില്ല. അപ്പം നമ്മൾ ചെന്നൈയുണ്ടെന്നും പറഞ്ഞിരിക്കും. 3 മാസം കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് നോക്കാം. ഏതായാലും ഇപ്പോൾ പിന്നെ ഇതൊന്നും കാണിച്ചിട്ടില്ല, മതിലക്ഷണമൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ ഇവള് ഭയങ്കര കരച്ചിൽ. അതാണ് കരയുന്നത്. മതി കാണിച്ചിട്ടല്ല, വിശന്നിട്ടായിരിക്കും. വെളിച്ചെണ്ണ ലാറാ പൂച്ചോടുന്നോട്ടെ, പൂച്ചോടുന്നോട്ടെ.
ഇത് അപ്പുറത്തെ സൈഡ് ആദ്യം കിടക്കണം. എന്താണെന്ന് ഈ സൈഡ് കറന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സൈഡിൽ നിന്ന് പാല് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഈ വശത്തപ്പുറം അങ്ങനെ കുഴപ്പമില്ല. അവിടെ നിന്ന് ഇങ്ങനെ പാല് തന്നെ പോയിക്കൊണ്ടിരിക്കും. കുറച്ച് കറന്നിട്ട് അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ ഒപ്പം പുള്ളി കൊടുക്കുന്നു. പുല്ല് ഇല്ലത് അല്ല, പാല് ഇറക്കുന്നതിൻ്റെ ഇടയ്ക്ക് നീ എങ്ങോട്ടാ പോയേ? വന്നേ ഓടി കിടന്ന് കിടക്കണം. തീറ്റ എന്തായാലും പിന്നെ പാല് ഇറക്കുന്ന തിന്നൊന്നുമില്ല. ഒന്ന് പോവുക. എങ്ങോട്ടേ നീങ്ങണേന്ന് പറയാൻ പറ്റില്ല. പുല്ല് കിടക്കുന്ന കാരണം നുള്ളിപ്പറക്കുക പുല്ല്. ഇത്ര പുല്ല് എന്നിട്ട് നമുക്ക് മതിയായില്ലേടി? നീങ്ങരുതട്ടാ കറക്കണേൻ്റെ ഇടയ്ക്ക്. ആ ആ അങ്ങനെ കറവ കഴിഞ്ഞു. വൈകുന്നേരത്തെ കറവ കഴിഞ്ഞു. വൈകുന്നേരം 5:30 കറക്കാറ്. ഇതിപ്പോൾ പാല് കുറഞ്ഞ് നമുക്ക്. ഇപ്പോൾ മറ്റേത് ഒരു 6 ലിറ്റർ പാലൊക്കെ വൈകുന്നേരം 5, 6 അങ്ങനെയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ 5 പിന്നെ 4 ഇപ്പം 3, 3.5, ചിലപ്പോൾ 4 ചിലപ്പോൾ 3 ലിറ്റർ അങ്ങനെയൊക്കെ ആയി. ഇപ്പം ചെനയുണ്ടെന്നാണ് വിശ്വാസം. പിന്നെ എന്താണെന്ന് വെച്ചാൽ കൺഫേം ആക്കാൻ ഇപ്പോൾ ഡോക്ടറിനോട് ഞാൻ ചെന്ന് കണ്ടതാണ്. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞ് ഏതായാലും ഇപ്പോൾ 1.5 മാസമായില്ലേ, ഇനി 1.5 മാസമൊക്കെ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പം കൺഫേം ആയാലും ചിലപ്പോൾ ഏത് നിമിഷവും എല്ലാ പശുക്കൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ അബോർഷനായി പോവും. കാരണം ഇത് ചെറിയ ഈ ഭ്രൂണാവസ്ഥയിലാകുമ്പോൾ അത് എപ്പോഴാണ് പോയത് നമ്മൾ കാണില്ല, നമ്മളറിയില്ല. അപ്പോൾ നമ്മൾ ചെനയുണ്ടെന്ന് പറഞ്ഞിരിക്കും. അപ്പം പിന്നെ അത് വേണ്ട, 3 മാസമാകുമ്പോൾ ഉറപ്പാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഏതായാലും 3 മാസം കഴിഞ്ഞ് നമുക്ക് നോക്കാം. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു, വീഡിയോയിൽ പറഞ്ഞായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ഡോക്ടറെ വിളിച്ചതായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ്. പിന്നെ ഫാമിലൊക്കെ ആണെങ്കിൽ ഒത്തിരി പശുക്കളുള്ളപ്പോൾ അവർക്ക് അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് അടുത്ത ഇത് കുത്തിവെപ്പ് നടത്തണം. അങ്ങനെയൊക്കെ അല്ലേ ചെന പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ അത്ര ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. പതിയെ മതി. ഉള്ള ഒരാൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 1.5 മാസം കഴിയട്ടെ. എന്നിട്ട് ഏതായാലും മാർച്ച് 20, 22 വന്ന് ഡോക്ടർ പരിശോധിക്കും. അപ്പം നമുക്ക് ചെനയുണ്ടെന്ന് കൺഫേം ചെയ്യാം. അളന്ന് കുപ്പിയിലാക്കണം. ആളുകൾക്ക് അടുത്തുള്ളവർക്ക് കുറച്ച് വീടുകളുള്ളൂ അവർക്ക് കൊടുക്കാൻ.